ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ രാവിലെ തകർത്ത പണിയാണ് എല്ലാവരും. ഞങ്ങൾ 4 പേരും 4 പണിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. കണ്ണനാണെങ്കിൽ ഫാനെല്ലാം തുടച്ച് തരുന്നുണ്ട്. കുഞ്ഞാറ്റ സോക്കേഴ്സിലെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റി അതൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ പുട്ടൊക്കെ പുഴുങ്ങുന്നു, രാവിലെ കഴിക്കേണ്ട എല്ലാവർക്കും. അങ്ങനെ ഞാൻ പുട്ടൊക്കെ പുഴുങ്ങിയതിൻ്റെ ഇടയ്ക്ക് ഞാനും വന്ന് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ സഹായിക്കുന്നു. ബിജുവണ്ണന് കുറച്ച് പണിയുണ്ടായിരുന്നു, രാവിലെ പോകണമായിരുന്നു. ആ പണിയൊക്കെ ചിക്കനെല്ലാം മേടിച്ചുകൊണ്ട് തന്ന് രാവിലെ തന്നെ ബിജുവണ്ണൻ. അത് കഴിഞ്ഞ് ബിജുവണ്ണന് ഇച്ചിരി പണിയുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ പോകണമായിരുന്നു. അപ്പോഴത്തേന് കണ്ണന് 11 മണിക്ക് ട്യൂഷനുണ്ട്. അവനതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കുളിച്ച് ട്യൂഷനൊക്കെ പറഞ്ഞ് കഴിക്കുവാണ്. അപ്പോൾ അതേ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ബ്ലഡൊക്കെ മാറാൻ വെച്ചിട്ട് കുറേ മലക്കറിയും ഉള്ളിയെല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം തരംതിരിച്ച് മാറ്റി അതെല്ലാം വെക്കണമായിരുന്നു. അങ്ങനെ തക്കാളിയും പച്ചമുളകൊക്കെ വേറെ ഉള്ളിയൊക്കെ ഞാനൊന്ന് വെയിലത്ത് വെച്ചൊന്ന് കിടന്നഴുകിയപ്പോൾ അതൊന്ന് വെയിലത്ത് വെച്ചാൽ അത് നന്നായിട്ടിരിക്കും. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ച് ചീനിയൊക്കെ പൊളിച്ചെടുത്തുകൊണ്ട് കറി വയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ചിക്കൻ കറി വയ്ക്കാനായിട്ട് എല്ലാം റെഡിയാക്കി ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് എല്ലാം റെഡിയാക്കി വെച്ച് അതിനിടയിൽ കൂടെ ചീനിയും ഒരടുപ്പിലൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കുറച്ച് അടുക്കളയിൽ ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞാറ്റ അപ്പോഴത്തേനും അവിടെ തുടപ്പൊക്കെ നടക്കുന്നത് കൊണ്ട് കുഞ്ഞാറ്റ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ചീനിയും ഒക്കെ കഴുകി അടപ്പ് വെച്ചപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇറങ്ങി ഒരുവിധമൊക്കെ വെന്ത് വന്ന് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എല്ലാം ചേർത്ത് ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ച്. ചീനിക്ക് നല്ല വേവായതുകൊണ്ട് കുറേ നേരം ഇരുന്ന് വേവേണ്ടി വന്നു. കറിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേനും ചിക്കനൊക്കെ റെഡിയായി ഇപ്പുറത്തെ അടുപ്പിലോട്ടൊക്കെ ഞാൻ മാറ്റി ചെറിയ അടുപ്പിലോട്ട് ചീനിയും മാറ്റി വെച്ചിട്ട് കുറച്ച് ചിക്കൻ വറുക്കാനെടുത്ത് പിള്ളേർക്ക് വറുക്കാം. പിള്ളേരല്ല, ഞങ്ങളും കഴിക്കും. ബിജുവണ്ണൻ കഴിക്കത്തില്ല, ഞാനും കഴിക്കും. അങ്ങനെ വറുക്കാനൊക്കെ അതിന് വരയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ തീർന്ന് ഇത്തിരി ഉള്ളായിരുന്നു. ഞാൻ കുപ്പിയോടെ തട്ടി ഉപ്പൊക്കെ ചേർത്ത് ഇച്ചിരി ചിക്കൻ മസാലയൊക്കെ ചേർത്ത് നന്നായി പുരട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചിക്കൻ കറി വയ്ക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണെന്ന്. അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ എല്ലാവരും. അങ്ങനെ കറിയൊക്കെ വെന്ത് ഞാൻ ഇറക്കി വെച്ച് അപ്പം ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴും ചീനി അവിടെ ഇരുന്ന് വേവുകയാണ് ഗൈസ്. ചീനിക്ക് നല്ല വേവുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് ഞാൻ ചിക്കനൊക്കെ പറക്കിയിടും. ചിക്കൻ പറക്കിയിട്ടപ്പോൾ എൻ്റെ കൈ എണ്ണയിലങ്ങ് മുങ്ങിപ്പോവും. കൈ നല്ല വേദനിച്ച് എനിക്ക്. അപ്പോൾ ചിക്കനൊക്കെ പറക്കിയിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പരിപാടിയിലേക്കൊക്കെ പോകണമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒരേ ജോലികൾ ചെയ്താൽ എന്ത് പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജോലികളൊക്കെ കഴിയും. എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ചെയ്ത് ഞങ്ങൾ ബിജുവണ്ണന് ഞങ്ങൾക്കെല്ലാം ചെയ്തു തരും. എനിക്ക് വെള്ളമെല്ലാം കോരി അടുക്കളയിൽ കൊണ്ടുതരും. തുണിയൊക്കെ കഴുകി തരും. ഇന്നലെ ഞങ്ങളുടെ കർട്ടനെല്ലാം ബിജുവണ്ണൻ കഴുകി. ഞങ്ങളകത്ത് ഇതെല്ലാം ചെയ്യുമ്പോൾ ബിജുവണ്ണൻ പുറത്ത് നിന്ന് തുണികളും കർട്ടനും എല്ലാം കഴുകി തന്ന്. അപ്പോൾ ബിജുവണ്ണൻ അതൊക്കെ ചെയ്യുന്ന സമയത്തിന് ഞാനും അടുക്കളയുടെ സ്ലാവിനടിയൊക്കെ പാത്രങ്ങളെല്ലാം ഇരിക്കുമായിരുന്നു. അതെല്ലാം മാറ്റി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നതിനിടയ്ക്കൂടെ എങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുഴഞ്ഞ് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല പണിയായിരുന്നു. ആർക്കൊന്നും ഇരിക്കാനുള്ള സമയം കിട്ടിയില്ല. ബിജുവണ്ണൻ പുറത്ത്, ഞങ്ങൾ 3 പേരും അകത്ത്. കണ്ണമ്മ ഉച്ചയ്ക്ക് 1 മണിക്ക് വന്നിട്ട് ശേഷവും അവൻ പണിയെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ചീനിയൊക്കെ വെന്ത് വന്ന് ഞാൻ അപ്പോഴത്തേന് ചീനിക്ക് മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് ചീനിയൊക്കെ അപ്പിച്ചിരുന്നു. ചിക്കനൊക്കെ ഒരു സൈഡ് ഞാൻ തിരിച്ചൊക്കെ ഇട്ട് ഇനി എല്ലാവർക്കും ഒരുവിധം വിശപ്പൊക്കെ ആയി, ഇനി ചോറൊക്കെ കഴിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ചിക്കനൊക്കെ വെന്ത് വന്നു. അപ്പം പിന്നെ മുളകും മല്ലിയൊക്കെ ഉണക്കാനുണ്ടെന്ന് കണ്ണൻ മുളകും കൊണ്ട് മേളിലിട്ട് വന്ന് മല്ലിയും ഒക്കെ ഞാൻ മുറ്റത്ത് തന്നെ ഇട്ട് അതൊക്കെ ചെയ്ത് അപ്പോഴത്തേനും നെത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും വെട്ടിക്കഴുകി എടുത്ത് അതിനിടയ്ക്ക് കൂടെ അതൊക്കെ വെട്ടിക്കഴുകി എടുത്ത് ഇത്തിരി എടുത്ത് കറിയും വെക്കണമായിരുന്നു. തേങ്ങ അരച്ച് വെക്കാമെന്ന് അറിഞ്ഞു ഇത്തിരി. അപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയായി. ഞാൻ അവർ 3 പേർക്ക് കഴിക്കാൻ കൊടുത്ത്. എനിക്ക് ഇച്ചിരി അടുക്കളയിൽ പണിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ട് കഴിക്കാൻ, നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും മക്കളും കൂടെ ചോറൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ അത് സമയത്തിന് നെത്തോലി കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നെത്തോലിക്കൊക്കെ അരച്ച് കറിയൊക്കെ ആക്കി അടുപ്പയിലൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്കെല്ലാം വെച്ച് അടുക്കളയിലുള്ള പണികളൊക്കെ നോക്കി നിന്ന് അവർ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും ഞാനും കഴിക്കാൻ ബിജുവണ്ണൻ കഴിച്ച് ചീനിയൊക്കെ ബാക്കി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ കഴിക്കാനും അതിലിട്ട്. അങ്ങനെ ഞാനും ചീനിയും ചിക്കനും കൂടി ഞാനും കഴിച്ചു. ചോറ് കഴിച്ചില്ല. അങ്ങനെ ഞാനും അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് പണികൾ കുറേ കിടപ്പുണ്ട്. മുളക് മേളിൽ കിടക്കുന്നു, മല്ലിയൊക്കെ താഴെ കിടക്കുന്നു, അങ്ങനെ കുറേ ജോലികൾ. അങ്ങനെ അതെല്ലാം കഴിച്ചു.
അപ്പോഴത്തേന് കുഞ്ഞാറ്റയും കണ്ണനും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് പോയി. അങ്ങ് റൂമിലൊക്കെ കയറി അവിടെയൊക്കെ തുടയ്ക്കാനും തട്ടാനും എല്ലാം പോയി. ബിജുവണ്ണൻ ഇത്തിരി പുറത്തൊക്കെ പണിയുണ്ടായിരുന്നു, അതൊക്കെ പൊടി നിറച്ചൊക്കെ വെക്കാനും എല്ലാം നേരത്തെ അങ്ങ് ചെയ്ത് വെച്ച് അങ്ങനെ ഇരിക്കയിൽ ഞങ്ങൾ എൻ്റെ ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് മുളകൊക്കെ ഉണങ്ങി കണ്ണൻ താഴെ കൊണ്ടുവന്ന് അത് ഞാനതെല്ലാം ചാക്കിലൊക്കെ വാരി വയ്ക്കുകയാണ്. ചാക്കിൽ നല്ല ഉണങ്ങി കിട്ടി, നല്ല സൂപ്പറായിട്ട്. അങ്ങനെ എൻ്റെ ഫ്രിഡ്ജ് വൃത്തിയാക്കി ഞാൻ ഇതിനിടയ്ക്ക് എടുത്ത് എൻ്റെ ഫ്രിഡ്ജെല്ലാം ഞാൻ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് നല്ല വൃത്തിയാക്കി. അങ്ങനെ പറക്കി വെച്ച തക്കാളിയും പച്ചമുളകും എല്ലാം അതിൽ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് എല്ലാം കൊണ്ടുവയ്ക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഓല വെട്ടിയിട്ടുണ്ടായിരുന്നു തെങ്ങിൽ നിന്ന്. അപ്പോൾ ഓല തന്ന് ചൂല് കെട്ടാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങളത് ഒരു 7-8 മടലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നതേ ഞാൻ രാത്രി വരെ ഇരുന്ന് ഇരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മഴയാറുന്നുണ്ടായിരുന്നു. എന്നാലും ഞാനതെല്ലാം ഇരിഞ്ഞെടുത്ത് ചൂലാക്കാൻ 2-3 ചൂലിന് കിട്ടി. അങ്ങനെ ഞാൻ 2 വർഷം വെച്ച് ഉപയോഗിക്കുക ആ ചൂലിൽ നിന്ന്. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ഇന്നലെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ, ബായ്.